ഹിജ്റ 1-ാം നൂറ്റാണ്ടിലാണ് മഹദിയാകുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ഹിജ്റ 1200 കഴിഞ്ഞതിന് ശേഷമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഖദീജ ബീവി അടക്കമുള്ള മുഴുവൻ മഹദിമാരുടെയും സ്വഹാബത്തിൻ്റെയും മക്ബറകൾ തച്ചു പൊളിക്കുകയും അതിൻ്റെ മുകളിലുണ്ടായിരുന്ന കുബ്ബകൾ തച്ചു പൊളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ട സ്വാഭാവികമെന്നോണം ആ നാട്ടിലുണ്ടായിരുന്ന സുന്നി ആലിമീങ്ങൾ, അവർക്ക് ഇൽമുണ്ട് എന്നല്ലാതെ അവർക്ക് രാഷ്ട്രീയ ബലമില്ല, രാജാക്കന്മാരുടെ പിന്തുണയില്ല, പണമില്ല, ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ജീവനിൽ ഭയമുണ്ടായിട്ട് പോലും അവർ ഇസ്ലാമിനെ മാത്രം ചിന്തിച്ചുകൊണ്ട്, അഹ്ലുസുന്നയുടെ ആദർശം മാത്രം ചിന്തിച്ചുകൊണ്ട് നാട്ടിൽ മുഴുവനും പറഞ്ഞു നടന്നു. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നയാള് തീവ്രവാദം പറയുന്നവരാണ്. അദ്ദേഹം പറയുന്ന കാര്യം ഇന്ന് വരെ ഒരു ആലിമും മുഴുവൻ ആലിമീങ്ങളും ഒരൊറ്റൊരാലിമും അംഗീകരിക്കാത്തതും മുഴുവൻ ആലിമീങ്ങളും എതിർത്ത കാര്യമാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന സുന്നി ആലിമീങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ സ്വാഭാവികമെന്നോണം ഈ അടുത്ത കാലത്ത് വരെ ഇവരുടെ എല്ലാവരുടെയും, അല്ലെങ്കിൽ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ അണികൾ ചെയ്തതുപോലെ സുന്നി ആലിമീങ്ങളിൽ നിന്നുള്ള പലരെയും ആ കാലഘട്ടത്തിലും കൊന്നുകളഞ്ഞു. ഈ പാവങ്ങളാകുന്ന സുന്നികളെ ഇങ്ങനെ കൊന്നുകളയുന്നതും, അതേപോലെ ഇത്രയും കാലം സുന്നികൾ ചെയ്തതിനൊക്കെ എതിരായുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ സ്വാഭാവികമെന്നോണം മിസ്രിലും തുർക്കിയിലൊക്കെ ഉണ്ടായിരുന്ന സുന്നി ആലിമീങ്ങൾ, അതേപോലെ തന്നെ സാധാരണക്കാരൊക്കെ ഇവരെ എതിർക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് എതിർക്കുന്നത് ശക്തമായപ്പോൾ ഈ സുന്നികളെ, മുസ്ലിമീങ്ങളെ കൊന്നുകളയുകയാണ് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അദ്ദേഹത്തിൻ്റെ അണികളും. മിസ്റും തുർക്കിയും ഒന്നിച്ചു നിന്നു അവരെ കൊന്നുകളയാൻ വേണ്ടി, അവരോട് യുദ്ധം ചെയ്യുകയാണ് നജ്ദിലും ഹിജാസിലുമുള്ള ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ അണികളും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും. അവർ തന്നെ വളരെ സന്തോഷത്തോടു കൂടി വലിയൊരു വിപ്ലവം തീർത്തതുപോലെ അവർ പറയുകയാണ്, ഹിജ്റ 1226 മുതൽ ഹിജ്റ 1233 വരെ 7 വർഷക്കാലം യുദ്ധം തുടർന്നു എന്ന്. ആരെയായി കൊല്ലുന്നതെന്നറിയോ? മുസ്ലിമീങ്ങളെ. ഇത്രയും കാലം മുസ്ലിം പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന, മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ ചെയ്തിരുന്ന സുന്നികളെ, അഹ്ലുസുന്നയുടെ പ്രവർത്തകരെയും ആലിമീങ്ങളെയും, അതിന് പുറമെ ഇമാമിയങ്ങൾ പഠിപ്പിച്ച വഴിയിലൂടെ പോകുന്നവരെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള, ഇദ്ദേഹം പറഞ്ഞതുപോലെ പ്രവർത്തിക്കാത്തത് കൊണ്ടും ഇദ്ദേഹം പറഞ്ഞതുപോലെ കേൾക്കാത്തത് കൊണ്ടും. അല്ലാഹു തആല ഈ തീവ്രവാദത്തിൽ നിന്ന്, ഈ തീവ്രവാദികളിൽ നിന്ന് ലോക സമൂഹത്തെ കാക്കട്ടെ.